ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു വെജിറ്റബിൾ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ വേഗത്തിലും എളുപ്പത്തിലും തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായും ഈവനിങ് സ്നാക്കായും കഴിക്കാൻ പറ്റിയ നല്ലൊരു സാൻഡ്വിച്ചാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. ഇതിനു വേണ്ടി നമുക്ക് കുറച്ച് വെജിറ്റബിൾസും ബ്രെഡും വേണം. ഞാനിവിടെ വൈറ്റ് സാൻഡ്വിച്ച് ബ്രെഡാണ് എടുക്കുന്നത്. വൈറ്റ് ബ്രെഡോ ബ്രൗൺ ബ്രെഡോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അതൊക്കെ നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. സാൻഡ്വിച്ച് ബ്രെഡ് തന്നെ എടുക്കുന്നതാണ് നല്ലത്. നോർമൽ ബ്രെഡ് ആകുമ്പോൾ വലിപ്പം കുറവായിരിക്കും. അതിൽ നമ്മൾ ഫില്ലിങ് വെക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സാൻഡ്വിച്ച് ബ്രെഡ് വലിപ്പം കൂടിയതായതുകൊണ്ട് ഫില്ലിങ് വെക്കാനൊക്കെ എളുപ്പമാണ്. ഞാനിത് ഫില്ലിങ് വെച്ചതിന് ശേഷം ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ടോസ്റ്റ് ചെയ്യണ്ടെങ്കിൽ ഫില്ലിങ് വെച്ചതിന് ശേഷം അങ്ങനെ തന്നെ കഴിക്കാം. പക്ഷേ ടോസ്റ്റ് ചെയ്തിട്ട് കഴിക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയത്. സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 6 സ്ലൈസ് ബ്രെഡ്, 3 സ്ലൈസ് ചീസ്, പിന്നെ 1 കപ്പ് കാബേജ്, 1 കപ്പ് ക്യാരറ്റ്, 1 സവാള, 1 പകുതി ക്യാപ്സിക്കം, 1 തക്കാളി, 2 പച്ചമുളക്, കുറച്ച് മല്ലിയില, ഇതെല്ലാം നേരിയതായി അരിഞ്ഞതും 1/4 കപ്പ് മയോണീസും കൂടി എടുത്തിട്ടുണ്ട്. ഇതിനൊന്നും ഒരു പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ളത്ര പച്ചക്കറികൾ എടുക്കാം. പച്ചക്കറികളൊക്കെ ചെറുതായി അരിയുന്നതാണ് നല്ലത്. അതായിരിക്കും കഴിക്കാൻ കൂടുതൽ ടേസ്റ്റ്. ഇനി ഒരു ബൗളിലേക്ക് എടുത്തു വെച്ച പച്ചക്കറികൾ ഇട്ട് കൊടുത്ത് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ മയോണീസും 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ഇതൊന്ന് നന്നായി യോജിച്ച് വരുന്ന വിധത്തിൽ മിക്സ് ചെയ്യാം. മയോണീസ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചോ കൂടുതലോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് കൂടുതൽ തന്നെയാണ് ചേർത്ത് കൊടുത്തത്. എൻ്റെ മക്കൾക്ക് മയോണീസ് കൂടുതൽ ഇടുന്നതാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ മയോണീസ് കൂടുതൽ ചേർത്ത് കൊടുത്തത്. ഇനി നമുക്കിത് ബ്രെഡിലേക്ക് ഒന്ന് ഫിൽ ചെയ്തെടുക്കാം. ഒരു ബ്രെഡ് സ്ലൈസ് എടുത്ത് മിക്സ് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് കുറച്ചെടുത്ത് ബ്രെഡിലേക്ക് വെച്ച് അതിൻ്റെ മുകളിൽ 1 ചീസ് സ്ലൈസ് കൂടി വെച്ച് മറ്റൊരു ബ്രെഡ് എടുത്ത് ഇതൊന്ന് കവർ ചെയ്യാം. ചീസ് ഒന്ന് മെൽറ്റായി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഇത് നന്നായി ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തു തന്നെ പുതിയൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. താങ്ക് യു.